ചിന്തിച്ചു നോക്കൂ, ഒരാൾ അയാളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങളാകട്ടെ അവിടെ സൈലൻ്റായി നിൽക്കുന്നു, അയാളെ കണ്ടില്ല എന്ന പോലെ. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ, ദ പവർ ഓഫ് ഇഗ്നോറിങ്. ബട്ട് സൂക്ഷിക്കുക, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പവറാണ്. കാരണം ഇഗ്നോറിങ് ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഇപ്പോൾ നിങ്ങളൊരാളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ മോൺസ്റ്ററായ ഇൻസെക്യൂരിറ്റിയെയാണ് നിങ്ങൾ ആക്റ്റീവ് ആക്കുന്നത്. അയാളുടെ ബ്രെയിനിൽ ഒരു സിഗ്നൽ അലേർട്ടാകും, എന്തുകൊണ്ടാണ് എന്നെ ഇഗ്നോർ ചെയ്തത്, ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, എനിക്കൊരു വിലയും ആരും നൽകുന്നില്ലേ. ഇവിടെ മുതലാണ് ഒരു സൈലൻറ്റ് വാർ സ്റ്റാർട്ടാകുന്നത്. ഇത് വേർഡ്സിലൂടെയല്ല, ആക്ഷൻസിലൂടെയാണ് ഇവിടെ പോരാട്ടം നടക്കുന്നത്. ബട്ട് ഇവിടെ ചോദ്യം എന്താണെന്നാൽ, നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്നത് ശരിയാണോ? ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇഗ്നോറിങ്ങിൻ്റെ ശരിയായിട്ടുള്ള സൈക്കോളജിക്കൽ പവർ എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. ആൻഡ് ഇതിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു സൈഡിനെ പറ്റിയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എനിമീസ്, ടോക്സിക് ആളുകൾ, ഇവരെയൊക്കെ നിങ്ങളുടെ വഴിയിൽ നിന്ന് വിലക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് നിങ്ങളുടെ ക്ലോസ് റിലേഷൻഷിപ്സിനെയും പുതിയൊരു കാഴ്ചപ്പാടോട് കൂടി നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഷോക്കിംഗ് ആക്കും. വരും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്നാൽ, എന്തുകൊണ്ടാണ് ആളുകളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവർക്കത് വളരെ പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ, ഹ്യൂമൻസായ നമ്മൾ ഒരു സൈക്കോളജിക്കൽ നീഡോട് കൂടിയാണ് ഇവിടെ ജനിക്കുന്നത്, നീഡ് ഫോർ അറ്റൻഷൻ. ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ കുട്ടി കരയുമ്പോൾ അതിൻ്റെ കരച്ചിൽ എപ്പോൾ നിർത്തുമെന്നാൽ അതിൻ്റെ അമ്മയെ കാണുമ്പോഴായിരിക്കും. അറ്റൻഷൻ്റെ അർത്ഥം ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഞാൻ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, ഇതൊക്കെയാണ്. സയൻസ് പറയുന്നത് ഒരാളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അപ്പോൾ അയാളുടെ ബ്രെയിനിലെ അതേ സെയിം പെയിൻ സെൻറ്റേഴ്സ് ആക്റ്റീവ് ആകും. ഏത് പാർട്ടാണോ ഫിസിക്കലി നമുക്ക് ഹർട്ടാകുമ്പോൾ ആക്റ്റീവ് ആകുന്നത് അതായത് ഇഗ്നോറിങ് ഈസ് ഈക്വൽ ടു ആൻ ഇമോഷണൽ സ്ലാപ്പ്. ഇതൊരാളുടെ ഹാർട്ട് ബ്രേക്കിങ്ങിന് കാരണമാകും. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇഗ്നോറിങ്ങിലൂടെ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സൈക്കിൾ സ്റ്റാർട്ടാകും, ദ കൺഫ്യൂഷൻ. എന്തുകൊണ്ടാണ് എന്നെ ഇഗ്നോർ ചെയ്യുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ്. ആൻഡ് ഇൻസെക്യൂരിറ്റീസ് ലൈക്ക് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ, ഒബ്സഷൻ ലൈക്ക് എനിക്ക് എങ്ങനെ തിരിച്ചവരുടെ അറ്റൻഷൻ നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ മുതലാണ് നിങ്ങളുടെ പവർ ഷോ ആകുന്നത്. നിങ്ങളിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് അയാളുടെ മൈൻഡിൽ വലിയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് ഇഗ്നോറിങ്ങിൻ്റെ ശരിയായിട്ടുള്ള സൈക്കോളജിക്കൽ പവർ എന്നുള്ളത്. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും വിജയം മാത്രമേ ലഭിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. കാരണം നിങ്ങളൊരു റോങ് പേഴ്സണെയാണ് ഇഗ്നോർ ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ ആപത്തായിരിക്കാം. ചില ആളുകൾ ഇഗ്നോർ ആയതിനു ശേഷം അവർ മാനസികമായിട്ട് തകർന്നു പോകും. എന്നാൽ ചില ആളുകൾ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് മാറും. ഈ കാര്യത്തിൽ നമുക്ക് നമ്മുടെ സ്കൂൾ, കോളേജ് ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു പയ്യൻ അവൻ്റെ ഒപ്പീനിയൻ പറയാൻ ശ്രമിക്കുമ്പോഴോ ടീച്ചറുടെ മുമ്പിൽ ഷോ കാണിക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെ അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും അവനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ഓക്വേർഡ് സൈലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അവന് തോന്നും എന്നെ ആരും സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന്. ഇതാണ് ഇഗ്നോറിങ്ങിൻ്റെ പവർ. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരാൾ എപ്പോഴും ജോക്ക് പറയും, ബാക്കിയുള്ള എല്ലാവരും അത് കേട്ട് ചിരിക്കും. എന്നാൽ ഒരു ദിവസം അയാളെ എല്ലാവരും ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അയാളുടെ കോൺഫിഡൻസ് എന്നുള്ളത് തകർന്നു പോകും. അയാൾ ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ബോറാണ്, ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഇത് നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇഗ്നോറിങ് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. ഇത് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഒരാളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം പറയാനുള്ള ഒരു കാര്യം എന്താണെന്നാൽ, ഈ വീഡിയോ ആരെയും ഹെർട്ട് ചെയ്യാനല്ല, അതുപോലെ ഇൻറ്റൻഷനലി ആരെയും ഇഗ്നോർ ചെയ്യണമെന്നുമല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇവിടെ ഒരു ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്കും അതെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ടുണ്ടായിരിക്കും. ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇഗ്നോറിങ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള റിവെഞ്ച് മോഡിനെ പോലും ട്രിഗർ ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. ഇഗ്നോറിങ്ങിൻ്റെ ചില ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസിനെ പറ്റി കൂടി നോക്കാം, എസ്പെഷ്യലി സ്കൂൾ ആൻഡ് കോളേജ് ലൈഫിൽ.
ഇമാജിൻ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ട് എല്ലാവരും അവനെ ഇഗ്നോർ ചെയ്യുന്നു. ഇങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ റിപ്പീറ്റായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആ ഒരു റിവെഞ്ച് മോഡ് ആക്റ്റീവ് ആകും. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ചില ആളുകൾ ഇഗ്നോർ ആയതിനു ശേഷം അവർ സൈലൻ്റ് ആയിട്ട് മാറും, അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. എന്നാൽ മറ്റു ചിലർ അവരുടെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയമെടുക്കും, എന്ത് വന്നാലും ഞാൻ എല്ലാവരുടെ മുമ്പിലും എന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന്. ഇവിടെ മുതലാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഗ്നോറിങ്ങിൻ്റെ പെയിൻ ഒന്നില്ലെങ്കിൽ ഒരാളെ മുഴുവനായിട്ട് തളർത്തും, അല്ലെങ്കിൽ അവരെ ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോകും. എവിടെയാണോ അവരുടെ എനർജി അവർ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ. സ്കൂളിലും കോളേജിലും ഒക്കെ ആരൊക്കെയാണോ ഒരാളെ മുഴുവനായിട്ടും അവഗണിച്ചത്, അയാൾ പിന്നീട് എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കാണപ്പെടും. അവർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, അവരുടെ ഉള്ളിൽ ആ ഒരു ഫയർ ക്രിയേറ്റ് ആകും, ജസ്റ്റ് അവരെ ഒന്ന് ഇഗ്നോർ ചെയ്തതുകൊണ്ട്. എന്നാൽ എല്ലാവരും ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. ചില ആളുകൾ അവഗണിക്കപ്പെട്ട ശേഷം നെഗറ്റീവ് തോട്ട്സ് അവരെ കീഴ്പ്പെടുത്തും. ഓവർ തിങ്കിങ്, സ്ട്രെസ്, ഡിപ്രഷൻ വരെ അവർക്ക് സംഭവിക്കും. ഇതാണ് ഇഗ്നോറിങ്ങിൻ്റെ ഡാർക്ക് സൈഡ്. അതായത് അവഗണിക്കപ്പെടുമ്പോൾ ലൈഫ് തന്നെ മാറാം, അല്ലെങ്കിൽ നശിക്കാം. ഇഗ്നോർ എന്നുള്ളത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള വെപ്പണാണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ഡാമേജ് ചെയ്യും. ഇനി ഇഗ്നോർ ഇത് എപ്പോൾ ചെയ്യണം, എപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. കാരണം ഇത് ശരിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടല്ല, വീക്കായിട്ടായിരിക്കും കാണപ്പെടുക. എപ്പോൾ ഇഗ്നോർ ചെയ്യണമെന്നാൽ, ഒരാൾ നിങ്ങളെ അതും ഇതും പറഞ്ഞ് കളിയാക്കുകയാണെങ്കിൽ, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ ഇഗ്നോർ ചെയ്യുക. കാരണം അവരുടെ സ്ട്രെങ്ത് എന്നുള്ളത് നിങ്ങളുടെ റിയാക്ഷനാണ്, ആ ഒരു നെഗറ്റീവ് എനർജിയാണ്. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അവരെപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമായിരിക്കും സംസാരിക്കുക. ഇവരെയും ഇഗ്നോർ ചെയ്യുക. ഇല്ലെങ്കിൽ അവരിലെ നെഗറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിനെയും ബാധിക്കും. നെക്സ്റ്റ്, അൺനെസസറി ഡ്രാമ. ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഗോസിപ്പിംഗ്, കോൺട്രവേഴ്സീസ് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുക. ലൈഫ് എന്നുള്ളത് ഒരുപാടധികം കോമ്പറ്റേറ്റീവാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോട് ആർഗ്യൂ ചെയ്ത് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി ഈ ഒരു ഇഗ്നോറിങ് നമ്മൾ എപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു കാര്യം ജെന്യുവൻലി ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്റ്റഡി, ഹെൽത്ത്, ഫാമിലി, റിലേഷൻഷിപ്സ്, അപ്പോൾ ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നൽകുകയാണെങ്കിൽ അപ്പോൾ അത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ വിഷമങ്ങൾ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ അവരെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇതിലൂടെ കൂടുതൽ ഡാമേജ് ആകും. ഇഗ്നോർ എന്നുള്ളത് ഒരു ചുമര് പോലെയാണ്. ഇത് ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാൽ തെറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ തന്നെ ഡാമേജ് ചെയ്യും. ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഒരു ചോയ്സാണ്, വീക്ക്നെസ് അല്ല. എല്ലാ സിറ്റുവേഷൻസിലും ഫൈറ്റ് ചെയ്യുന്നത് ആവശ്യമായിരിക്കില്ല. ചില സിറ്റുവേഷനിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും ഇഗ്നോർ ചെയ്യുന്നത് എത്ര ഡേഞ്ചറസ് ആണ്, അതോടൊപ്പം എത്ര ഇമ്പാക്റ്റ്ഫുൾ ആണെന്ന്. ഇനി നമുക്ക് ഈ ഒരു ഇഗ്നോർ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില മെത്തേഡ്സിനെ പറ്റി നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഐഡൻറ്റിഫൈ. നിങ്ങളെല്ലാവരെയും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക ഏത് പേഴ്സണാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്ന്, ആൻഡ് ഏതൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് എന്ന്. സ്റ്റെപ്പ് 2, ഡീഅറ്റാച്ച്. ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് റിയാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഡീഅറ്റാച്ച് ആവുക എന്നുള്ളത് കൂടിയാണ്. അതായത് ക്ലാസ്സിൽ ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് അവരെ നോക്കി പോവുക. ഇതിലൂടെ അയാളുടെ ഒരു മൈൻഡ് ഗെയിം അവിടെ അവസാനിക്കും. കാരണം ഇഗ്നോർ എപ്പോൾ പവർഫുൾ ആകുമെന്നാൽ നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന ഫീൽ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ആകുമ്പോഴാണ്. സ്റ്റെപ്പ് 3, നിങ്ങൾ എത്രത്തോളം ഫോക്കസ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഫോക്കസ് ആൻഡ് എനർജി എന്നുള്ളത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് പോവും. സ്കൂളിലും കോളേജിലുള്ള ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള 90% സ്റ്റുഡൻസിനേക്കാളും മുന്നിലെത്താൻ സാധിക്കും. സ്റ്റെപ്പ് 4, സ്റ്റേ കൺസിസ്റ്റൻറ്റ്. വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം എന്താണെന്നാൽ ഡിസ്ട്രാക്ഷൻസിനെ ഇഗ്നോർ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്ട്രോങ് ആകാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ റിപ്പീറ്റായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, ഞാൻ എൻ്റെ ഫോക്കസിന് വേണ്ടിയാണ് ഇഗ്നോർ ചെയ്യുന്നത് എന്ന്. സ്റ്റെപ്പ് 5,
ബാലൻസ്. ഇഗ്നോറിങ്ങിൻ്റെ അർത്ഥം നിങ്ങൾ കഠിന ഹൃദയരായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വാല്യൂ കൊടുക്കുക, അനാവശ്യമായിട്ടുള്ള ആളുകളെ ഇഗ്നോർ ചെയ്യുക. ഈ ബാലൻസ് ആണ് നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കി മാറ്റുന്നത്. സോ ലാസ്റ്റ് പോയിന്റ്, റിയലൈസേഷൻ. ഇത് ഇഗ്നോറിങ്ങിൻ്റെ പവറിനെ പുതിയൊരു ഫിലോസഫിയാക്കി മാറ്റും. ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഈ 2 കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെ നിങ്ങളെ താഴേക്ക് മനഃപൂർവ്വം തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കും. രണ്ടാമതായിട്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാം, ആർഗ്യൂ ചെയ്യാം, റിയാക്ട് ചെയ്യാം. ബട്ട് നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ പവർ എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലേക്ക് നൽകുകയാണ്. ഇഗ്നോർ ചെയ്യുന്നത് മറ്റുള്ളവരെ സൈലൻ്റ് ആക്കാൻ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ ഫോക്കസിനെ സംരക്ഷിക്കുക, നിങ്ങളുടെ എനർജിയെ ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയാണ്. ആൻഡ് ലോകത്തിലെ ഏറ്റവും നല്ല മറുപടി എന്നുള്ളത് നിങ്ങൾ പറയുന്ന വാക്കുകൾ മാത്രമായിരിക്കില്ല. ചില സമയത്ത് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതും ഒരു നല്ല മറുപടി ആയിരിക്കും. ബിക്കോസ് സൈലൻസ് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. സൈലൻസ് വളരെ പവർഫുള്ളാണ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആളുകൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോഴാണ്. സോ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.